ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി വേറെ ആളെ നോക്കരുത്, വേറെ ആളെ തുടരുത് എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ജാതി, മതം, രാഷ്ട്രീയം ഇതൊക്കെ പ്രണയത്തെ ബാധിക്കും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പുരുഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മതം തന്നെ കൊടുത്തേക്കുന്ന ഒരു ആനുകൂല്യമാണ് ശരിക്കും ഫസ്റ്റ്. ചെറുപ്പം മുതലുള്ള ആഗ്രഹം അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. 10-18 പ്രാവശ്യം റീടേക്ക് ചെയ്ത് തന്നെ ചെയ്ത് കൂടുതൽ ഉണ്ട്. അതെ, സിനിമ കാണുമായിരുന്നു, അല്ലാണ്ട് വേറെ അതിൻ്റെ പിന്നിലൊന്നും അങ്ങനെ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. പിന്നെ അതൊരു വിമർശനാത്മകമായും തോന്നിയേക്കാം, അനുകൂലമായും തോന്നിയേക്കാം. നാച്ചുറൽ. ബിനീഷിനെ കണ്ടുമുട്ടിയതാണ് ഒരു വഴിത്തിരിവായത്. എന്നോട് പറഞ്ഞു, നിങ്ങളിത് ചെയ്താൽ അടിപൊളിയായിരിക്കും. ഞാൻ സമ്മതിച്ചില്ല. എൻ്റെ ലുക്ക് വെച്ചിട്ടൊരു പോലീസ് ഓഫീസറിലേക്ക് ആര് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു എന്നല്ല, കാരണം നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഭയത്തോടു കൂടി തന്നെയാണ് സിനിമ എടുത്തത്. Celluloid Film Magazine. ഹായ് എവ്രിവൺ, സെല്ലുലോയിഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏതൊരു സിനിമയും സംബന്ധിച്ച് പുതിയ ആശയങ്ങൾ എന്ന് പറയുന്നത് പ്രേക്ഷകർ ഒന്നടങ്കം സ്വീകരിക്കുന്നതാണ്. ആ ആശയങ്ങൾ പുതിയ വെളിച്ചം നൽകുന്നതാണെങ്കിൽ തീർച്ചയായും ഒരുപാട് സംസാര വിഷയം ആവുന്നതുമായിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംവദിക്കാൻ പോകുന്നത്. അഞ്ചാം വേദം എന്ന സിനിമ, അതിൻ്റെ ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. ലെറ്റ്സ് വെൽക്കം മുജീബ് ടി മുഹമ്മദ് ആൻഡ് ബിനീഷ്. അപ്പോൾ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സംസാരിക്കാൻ, നമ്മൾ പ്രത്യക്ഷമായിട്ട് സംസാരിക്കാനുള്ള ഒരു സിനിമയാണ് അഞ്ചാം വേദം എന്ന് പറയുന്നത്. മാർച്ച് 1 റിലീസാവാൻ ഒരുങ്ങിയാണ്. എന്താണ് ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത്? ആക്ച്വലി ഇതൊരു പ്രണയകഥയാണ്. പ്രണയകഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈവോഴ്സിയായ നായികയും അവിവാഹിതനായ ചെറുപ്പക്കാരനും തമ്മിലുള്ളൊരു പ്രണയവും. കാരണം ഇന്നത്തെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം വെച്ചാൽ ഒരു പെണ്ണിന് എന്തെങ്കിലും ഒരാളായിട്ടൊരു പ്രേമം ഉണ്ടെങ്കിൽ വരെ ഡൈവോഴ്സ് ആകാൻ ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി വേറെ ആളെ നോക്കരുത്, വേറെ ആളെ തുടരുത് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് പൊതുവെ മലയാളികൾക്ക്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഡൈവോഴ്സ് ആയ പെണ്ണിനെയാണ് അവിവാഹിതനായ നായകൻ പ്രണയിക്കുന്നത്. അതാണ് ഈ ഒരു സിനിമയുടെ ഒരു പ്രത്യേകത. അവർ തമ്മിൽ കുട്ടിക്കാലത്ത് പ്രണയം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിൻപുറത്തിന്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോറി പറയുന്നത്. നാട്ടിൻപുറത്ത് മാത്രമല്ല, ഈ ജാതി, മതം, രാഷ്ട്രീയം ഇതൊക്കെ പ്രണയത്തെ ബാധിക്കും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവര് ഒരേ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണെങ്കിൽ പോലും ഇവരുടെ മതവിശ്വാസ പ്രകാരം രാഷ്ട്രീയം എന്ന് പറയുന്നത് പാടില്ലാത്തതായതുകൊണ്ട് ആണ് കുട്ടിക്കാലത്ത് ഇവൻ പ്രണയിച്ച പെണ്ണിനെ ഇവന് നഷ്ടപ്പെടുന്നത്. പക്ഷേ ഭർത്താവ് അല്പം ക്രൂരമായ മതവിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരാളായതുകൊണ്ട് അവൾ ഭർത്താവിനെ ഫസഹി ചൊല്ലി ഒഴിവാക്കി തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോഴും കാമുകൻ അവളെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷെ അവിടെയും ഈ പറയുന്ന ജാതിയും മതങ്ങളും രാഷ്ട്രീയങ്ങളും എല്ലാം ഇവരെ സംഘർഷങ്ങളും എല്ലാം അവരെ തമ്മിൽ അടുപ്പിക്കാതെ നിർത്തുകയാണ്. പിന്നീടുണ്ടാകുന്ന കൊലപാതകങ്ങളും അന്വേഷണവും ഇതിനെല്ലാം ബേസ് ചെയ്ത് ഒരു മൾട്ടി ജോണർ എന്ന് പറയാവുന്ന ഒരു പാറ്റേണിലാണ് സ്റ്റോറി പറഞ്ഞു പോയിട്ടുള്ളത്. അതിൽ ജാതിയും മതവും രാഷ്ട്രീയവും അത് നമ്മളുടെ നാട്ടിൻപുറത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ സ്വാഭാവികമായിട്ടും ബാധിച്ചേക്കാവുന്ന വിഷയങ്ങളെ കറക്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു എന്ന് മാത്രം. അല്ലാതെ ഒരു ജാതിയെ വിമർശിക്കാനോ രാഷ്ട്രീയത്തെ വിമർശിക്കാനോ അല്ല നമ്മൾ ശ്രമിച്ചിരിക്കുന്നത്. പിന്നെ അതൊരു വിമർശനാത്മകമായും തോന്നിയേക്കാം, അനുകൂലമായും തോന്നിയേക്കാം. നാച്ചുറൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞൊരു പുതിയ ആശയമാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞൊരു പുതിയൊരു ടേം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ഫസഹ്. ഓക്കെ, ഒരുപാട് പേർക്കൊന്നും അറിയാത്തതാണ്. ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. തീർച്ചയായും അത്തരത്തിലൊരു റൈറ്റ് ഉണ്ടെന്ന് നമുക്ക് പ്രേക്ഷകരിലേക്ക്, ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തൊലാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. തൊലാക്ക് എന്ന് പറഞ്ഞാൽ ആണ് പെണ്ണിനെ ഡൈവോഴ്സ് ചെയ്യാനുള്ള ഒരു മീഡിയമാണ്. അതിപ്പോൾ ഒരു മുസ്ലിംസിന് തന്നെ അല്ല, എല്ലാ മതസ്ഥർക്കും അറിയാം തൊലാക്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ഗവൺമെന്റ് മുത്തലാഖ് നിരോധിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയം. പക്ഷെ ആ സെയിം റൈറ്റ് സ്ത്രീകൾക്കും ഉണ്ട് ആസ് പെർ ശരിയ. അതായത് ഇസ്ലാമിക ലോ പ്രകാരം സ്ത്രീകൾക്കും ഫസഹിന് അതേപോലെ തന്നെ ഫസഹിയല്ല. കാരണം സ്വന്തം ഭർത്താവില്ല ഇഷ്ടപ്പെടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഇതുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഒരു 7 വർഷമായിട്ട് ഇവളെ സംരക്ഷിക്കുന്നില്ല, അതല്ലെങ്കിൽ മദ്യത്തിനടിമയാണ്, അതല്ലെങ്കിൽ മയക്കുമരുന്നിനടിമ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് സ്ത്രീയെ ഉപദ്രവിക്കണമെങ്കിൽ അവർക്ക് ആ പുരുഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മതം തന്നെ കൊടുത്തേക്കുന്ന ഒരു ആനുകൂല്യമാണ് ശരിക്കും ഫസഹ്. അത് പലർക്കും അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ സിനിമയിൽ അത് ഒന്ന് ഉപയോഗിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഉപയോഗിക്കുക മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതാണ്.
തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടാൻ ഒരു പക്ഷേ സാധ്യത കൂടുതലാണ്. അതെ. ഇങ്ങനൊരു സബ്ജക്റ്റ് ഒക്കെ പറയുമ്പോഴാണ് ഞാനും ആക്ച്വലി ഇങ്ങനൊരു സംഭവം കേൾക്കുന്നത് തന്നെ. പക്ഷേ ഈ സബ്ജക്റ്റ് വാണ്ടഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നായികയ്ക്ക് ഭർത്താവിനെ വേണ്ടെന്ന് വെച്ച് പോരാനും പിന്നീടുള്ള കഥയുടെ തുടർഗതിക്കും അത് വാണ്ടഡ് ആയിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ടും പിന്നെ ഇങ്ങനൊരു ഇക്കയ്ക്ക് മനസ്സിൽ തോന്നിയ ഒരു ആശയം, ഈ സിനിമയെന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് മീഡിയ മാത്രമല്ലല്ലോ. നമുക്ക് ഇപ്പോൾ ഒരു സംവിധായകന് അല്ലെങ്കിൽ ഒരു കഥാകൃത്തിന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആശയത്തെ പബ്ലിസൈസ് ചെയ്യാൻ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള വേറൊരു മീഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇക്ക സിനിമയിലേക്ക് വളരെ അവിചാരിതമായി കടന്നു വന്ന ഒരാളാണ്. അപ്പോൾ അതിലൂടെ ഒരു പുതിയൊരു അറിവും കൂടി ഷെയർ ചെയ്യാം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇങ്ങനൊരു കോൺസെപ്റ്റ് തന്നെ അദ്ദേഹം ചൂസ് ചെയ്തത്. പേടിയുണ്ടായിരുന്നോ ഇങ്ങനൊരു വിഷയം എടുക്കുമ്പോൾ? അങ്ങനെ ഇതിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഫസഹ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിക്, അതായത് അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ഒരിക്കൽ പോലും അതെന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഏത് സ്ഥലത്താണെങ്കിലും മെയിൽ ഡൊമിനന്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉള്ളത് തന്നെയാണ്. പൊളിറ്റിക്സിലായാലും ശരി, ഇപ്പൊ എവിടെയായാലും എപ്പോഴും ഒരു ഇപ്പൊ ഏതെങ്കിലും ഒരു അമ്പലങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ സ്ത്രീകൾ പൂജാരിമാരായിട്ട് അങ്ങനെയുള്ള ഒന്നിലും ഇല്ലല്ലോ. കാരണം ഈ സമൂഹത്തിൽ ഇപ്പൊ നമ്മളുടെ കേരളത്തിൽ തന്നെ ആണെങ്കിൽ ഇത്രയും കാലമായിട്ടൊരു സ്ത്രീ മുഖ്യമന്ത്രി ആയിട്ടില്ലല്ലോ. അപ്പൊ എല്ലാ കാലഘട്ടത്തിലും പുരുഷനും തന്നെ ഡൊമിനേറ്റ് ചെയ്ത് നിർണയിച്ചത്. അപ്പൊ സ്ത്രീക്ക് ശരിക്കും ആ മതം കൊടുത്ത ഒരു അവകാശമാണ് സ്ത്രീക്ക് ഈ ഫസഹ് എന്നുള്ള. പുരുഷന് തലാക്ക് കൊടുത്ത പോലെ തന്നെ സ്ത്രീക്കും കൊടുത്തു ഫസഹ്. പക്ഷെ പുരുഷൻ അത് പറഞ്ഞില്ല. മത നിയമത്തിൽ ഈ ഫസഹ് എന്ന് പറഞ്ഞാൽ ഈ തൊലാക്ക് പറയണ പോലെ തന്നെ ഇതും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നിയമങ്ങൾ അത് എങ്ങനെ ചെയ്യാം, എപ്പോൾ അത് ആപ്ലിക്കബിൾ ആണ്, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ എപ്പോഴും എല്ലാ മതങ്ങളും പുരുഷൻ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഇത് ആളുകൾ അറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഒരു മതത്തിനെതിരെയോ അല്ലെങ്കിൽ മതമായിട്ട് ഇതായിട്ടല്ല, ഈ മതം പറഞ്ഞ കാര്യം തന്നെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഇതൊരിക്കലും മതവിശ്വാസങ്ങൾക്കെതിരായിട്ടോ അല്ലെങ്കിൽ മതത്തിൽ ഇല്ലാത്ത ഒരു സംഗതി നമ്മൾ ഉണ്ടാക്കി പറയുകയോ അല്ല. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾ അറിയാൻ പാടില്ല നിൽക്കുന്ന ഒരു സംഭവത്തെ വെളിയിലേക്ക് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നേരത്തെ പറഞ്ഞു അവിചാരിതമായാണ് സിനിമയിലേക്ക് എത്തിയതെന്ന്. എങ്ങനെയാണ് അവിചാരിതമായി എങ്ങനെയാണ് എത്തിയത്? സത്യം പറഞ്ഞാൽ ഞാൻ സിനിമയായിട്ട് അധികം ബന്ധമുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. എന്തായിരുന്നു പ്രൊഫഷൻ? ശരിക്ക് പ്രൊഫഷൻ ഞാൻ ISP ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണ്. അപ്പം ഇതിൽ വരാൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു സിനിസോഫ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനി ശരിക്കും OTT പ്ലാറ്റ്ഫോം ചെയ്യലായിരുന്നു നമ്മളുടെ മെയിൻ പ്രൊജക്റ്റ്. അപ്പം നീ സ്ട്രീം എന്ന് പറഞ്ഞൊരു OTT പ്ലാറ്റ്ഫോം ചെയ്തത് ഞങ്ങളാണ്. അങ്ങനെയാണ് സിനിമ ആളുകളായിട്ട് സംവദിക്കാനും അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ സിനിമയിലോട്ട് പരിചയം വന്നത്. അപ്പം അതിനുശേഷം അങ്ങനെ കുറച്ച് പേര് ഈ നീ സ്ട്രീം ഒരു സിനിമ ചെയ്യുന്നുണ്ടെന്നുള്ള താല്പര്യത്തിൽ കുറേ പേര് പരിചയപ്പെട്ട ഒരു കഥയൊക്കെ ഇങ്ങനെ പറയലും അങ്ങനെ പതിയെ അതിലേക്ക് ഒരു അട്രാക്ഷൻ തോന്നി. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ഉള്ളിൽ തോന്നിയ ഒരു സംഭവം ഞാൻ ഒരാളോട് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ പുള്ളി പറഞ്ഞു എങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു നീ എങ്കിൽ ഇത് ചെയ്യും, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ സംസാരിച്ച് അങ്ങനെയാണ് തുടക്കം ഇട്ടത്. പിന്നെ അത് ഈ രീതിയിൽ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നു. അതെ, ഇങ്ങനെയൊക്കെ എത്തി നിൽക്കുന്നു. മാർച്ച് 1 റിലീസ് ആവാൻ പോകുന്ന വിധത്തിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ സിനിമ നേരത്തെ ഒരുപാട് വാച്ച് ചെയ്യുന്ന ആളായിരുന്നോ? സിനിമ കാണുമായിരുന്നു, അല്ലാണ്ട് വേറെ അതിന്റെ പിന്നിലൊന്നും അങ്ങനെ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. ആകെ ഈ ഒരു കുറച്ച് സിനിമക്കാരായിട്ടുള്ള ബന്ധങ്ങളും പിന്നെ ഈ കുറെ സിനിമ കാണുമായിരുന്നു. ചെറുപ്പം മുതൽ സിനിമ കാണാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ഈ ഒരു കഥ പറഞ്ഞ് ഇങ്ങനെ ഒരാൾ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് അങ്ങനെ ഇത് കൊള്ളാല്ല, അങ്ങനെ ചെയ്യുന്നുള്ള രീതിയിൽ പറഞ്ഞത്. പിന്നെ ബിനീഷിനെ കണ്ടുമുട്ടിയതാണ് ഒരു വഴിത്തിരിവായത്. ഇത് വേറെ ഒരു ഈ ആശയം തിരക്കഥയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ നടന്നു, ഒരു 6 മാസത്തോളം നടന്നു. ഒരു 1-2 പേര് അത് തിരക്കഥ ആദ്യം എഴുതി. എനിക്കൊരു സംതൃപ്തി കിട്ടിയില്ല. കാരണം നമുക്കൊരു സംഭവം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ എന്ത് ചെയ്യണമെങ്കിലും. അങ്ങനെയാണ് ഒരു പ്രാവശ്യം ഒരു അവിചാരിതമായിട്ടാണ് ബിനീഷിനെ കണ്ടെത്തിയത്. പുള്ളിയുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി എല്ലാം അവിചാരിതമാണ് വന്നത്. അപ്പൊ എനിക്ക് ഇദ്ദേഹം ശരിക്കും സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ള ആളാണെന്നൊന്നും അറിയില്ല അന്നേരം. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ തിരക്കഥ എഴുതിയത് വായിച്ച് കേൾപ്പിച്ചാണ്. അപ്പോഴാണ് പുള്ളി പറഞ്ഞത് അത് ചെറിയ അങ്ങനെ സംസാരിച്ച് പിന്നെ തിരക്കഥ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ പുള്ളി എഴുതി തന്നു. അങ്ങനെയാണ്. അതെ, കാരണം നമ്മളെന്ത് വായിച്ചാലും നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം വരണമല്ലോ. അപ്പൊ അങ്ങനെ ആണ് ബിനീഷ് അപ്പൊ എഴുതിയപ്പോഴത്തേക്കും സംഭവം നന്നായി. അങ്ങനെയാണ് ബിനീഷൻ പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സായി. പിന്നെ അങ്ങനെ സിനിമ അത് പയ്യെ അങ്ങനെ ഉടലെടുത്തു, വർക്കൗട്ടായി. അതെ. ഓക്കെ, അപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ ബിനീഷ് ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടത്തെ പോലെ ഒരുപാട് എക്സ്പീരിയൻസ് ആണ്
നേരത്തെ ഫിലിം എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആണ്. ഇപ്പം ഡിറക്ഷൻ ആണെങ്കിലും എഴുത്താണെങ്കിലും സംഭാഷണം അങ്ങനെ ഒരുപാടുണ്ട്. അഭിനയം, VFX എന്തൊക്കെയാണ് പറയേണ്ടത്? ഒരു സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് പറയാനുണ്ടാവും. അതൊക്കെ അതിൻ്റെ ഒരു ടൈറ്റിൽ റോൾ വഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇതിൽ ആദ്യം ഏതാണ് പറയേണ്ടത്? എഴുത്താണോ അതോ മറ്റ് മേഖലകളാണോ? ആക്ച്വലി ഞാൻ സിനിമയിലേക്ക് വരുന്നത് ചെറുപ്പം മുതലുള്ള ആഗ്രഹം അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. കാരണം നമ്മൾ TV-യിൽ സിനിമയൊക്കെ കാണുമ്പം അഭിനയമാണല്ലോ മനസ്സിൽ വരുന്നൊരു. പിന്നെ പക്ഷേ സിനിമയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കിത് പറ്റുന്ന പരിപാടിയല്ല. നമ്മുടെ ലുക്കിനും അപ്പം ഡയറക്ഷനോട് ക്രേസ് തോന്നാനും VFX-നോടൊക്കെ ക്രേസ് തോന്നാനും കാരണം കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ടൈറ്റാനിക് എന്ന് പറയുന്ന മൂവീസ് ബിഗ് സ്ക്രീനിൽ കാണുന്നത്. അപ്പം അത്ഭുതപ്പെട്ടു പോയി. കാരണം നമ്മൾ കാണുന്ന സിനിമകളൊന്നും ഇങ്ങനത്തെ വിഷ്വൽസ് ഒന്നും ഇല്ല. ഇത് വളരെ നമുക്ക് സംഭവിക്കുന്നതാണ് എന്ന് തന്നെ തോന്നുന്ന വിഷ്വൽസ് ആണ്. അപ്പോൾ ഇതെങ്ങനെ മേക്ക് ചെയ്യും എന്നുള്ള ഒരു അന്വേഷണമാണ് എനിക്ക് VFX എന്ന് പറയുന്ന ഒരു വലിയ നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത വലിയൊരു പ്ലാറ്റ്ഫോമിൽ ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കണമെന്നുള്ള ആഗ്രഹമായി. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ ഡയറക്ഷൻ എന്ന് പറയുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതും പഠിച്ചു. അപ്പോൾ എൻ്റെ സിനിമയിൽ ഈ VFX വിഷ്വൽ എഫക്ട്സുകൾ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വിഷ്വൽ എഫക്ട്സും പഠിച്ചു. പക്ഷെ വേറെ ഇദ്ദേഹത്തിന്റെ ആഗ്രഹം അഭിനയിക്കണം നടന്ന് ഈ സിനിമയിലാണ് ഫുൾഫിൽ ചെയ്തത് സത്യം പറഞ്ഞത്. പക്ഷെ പിന്നീട് ആ ആഗ്രഹം മനസ്സിൽ ഉണ്ടായിരുന്നില്ല. ഈ സിനിമ ഷൂട്ട് നടക്കുന്ന സമയത്താണ് ഇതിൽ കാസ്റ്റ് ചെയ്ത ഒരു പോലീസ് ഓഫീസറുടെ റോളിൽ ഒരു പെൺകുട്ടിനെ കാസ്റ്റ് ചെയ്ത് നിർഭാഗ്യവശാൽ അവർക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എന്നോട് പറഞ്ഞു നിങ്ങളിത് ചെയ്താൽ അടിപൊളിയായിരിക്കും. ഞാൻ സമ്മതിച്ചില്ല. നമ്മൾ ഒരിക്കലും ഇല്ല, പ്രത്യേകിച്ച് ഒരു പോലീസ് ഓഫീസർ. എൻ്റെ ലുക്ക് വെച്ചിട്ടൊരു പോലീസ് ഓഫീസറിലേക്ക് നമ്മുടെ മാനദർശങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് മാറുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫ് എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഇങ്ങനൊരു ചാൻസ് ഇത്രയും നല്ലൊരു ക്യാരക്ടർ ആരെങ്കിലും ഏതെങ്കിലും ഡയറക്ടർ ഓഫർ ചെയ്യുമോ, ചെയ്തു നോക്ക്. ഓക്കെ എന്ന് ഡയറക്ടർ പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ഇവര് പിന്നെ മേക്കപ്പ് മാൻ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു ഇപ്പൊ ഒരു പോലീസ് ആക്കി മാറ്റിയത്. പിന്നെ അഭിനയിച്ചപ്പോ എല്ലാരും പറഞ്ഞത് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. വിനീഷ് എന്ന വ്യക്തി ആ ഒരു പോലീസ് ഓഫീസറിലേക്ക് നല്ല രീതിയിൽ തന്നെ മാറി വന്നു. അല്ല ഈ സിനിമയിലെ അഭിനയിച്ചേക്കുന്ന എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം പുതിയ ആളുകളാണെങ്കിൽ അത് സിനിമ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞതേ ഉള്ളൂ. കണ്ടു കഴിയുമ്പോൾ ഒരിക്കലും നമുക്കൊരു പുതിയ ആളുകളാണ് ചെയ്തതെന്നൊന്നും തോന്നില്ല. കാരണം അത്ര നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവരും. തീർച്ചയായും ഒരു സംവിധായകൻ പറയുമ്പോൾ അത് അത്രയും സാറ്റിസ്ഫാക്ഷനോട് കൂടിയായിരിക്കും അദ്ദേഹം പറയുന്നത്. കണ്ട എല്ലാവരും ആ ഒരു അഭിപ്രായം. ഇപ്പം ഡബ് ചെയ്തത് വളരെ കുറച്ച് ക്യാരക്ടേഴ്സിന് പ്രൊഫഷണൽ ഡബിങ് ആർട്ടിസ്റ്റുകളെ ഞങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ത്രൂ ഔട്ടായിട്ട് ഡബ് ചെയ്തിട്ട് അവർ പറഞ്ഞ അഭിപ്രായം പോലും നിങ്ങളുടെ സിനിമ കണ്ട ഒരിക്കലും ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആളുകളാണെന്ന് ഒരാൾ പോലും പറയില്ല കേട്ടോ. അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത്. ഇപ്പം ഞങ്ങളുടെ സിനിമയെ കുറിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ആക്ച്വലി ട്രൂത്ത് ആണ്. അത് പ്രിവ്യൂ കണ്ടു കഴിയുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ ട്രെയിലർ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓരോ ക്യാരക്ടേഴ്സും വളരെ പെർഫെക്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ട് പോയൊരു സിനിമയാണ്. പിന്നെ ആക്ച്വലി പുതിയ ആളുകളെ വെച്ചിട്ടൊരു പരീക്ഷണ ചിത്രം ചെയ്ത് സക്സസ് ആക്കാമെന്നുള്ള 100% കോൺഫിഡൻസിലൊന്നും അല്ല, ഭയത്തോടു കൂടി തന്നെയാണ് സിനിമ എടുത്തത്. പക്ഷെ എന്തുകൊണ്ടും നല്ല സിനിമയെ സ്വീകരിക്കുന്നവരാണ് എന്നും പ്രേക്ഷകർ. അത് ഇപ്പോൾ കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും അല്ലാതെ. അപ്പോൾ ഒരു വ്യത്യസ്തമാർന്ന ഒരു സിനിമയാണ്, നല്ലതാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല അഭിപ്രായം കിട്ടും. പടം കാണാൻ ആളുകൾ തിയേറ്ററിലേക്ക് വരും എന്നൊരു വിശ്വാസമുണ്ട് നമുക്ക്. കാരണം പ്രേക്ഷകർ ഒരിക്കലും നല്ലതാണെങ്കിൽ നല്ലതാണ് പക്ഷെ തിയേറ്ററിൽ പോകണ്ടെന്ന് തീരുമാനിക്കില്ലല്ലോ. ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പഴയ ഒരു ഇതൊന്നുമില്ല. ആളുകൾ നല്ലതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ പ്രേമലു ഇപ്പൊ എന്ത് നന്നായിട്ടാണ് ഓടുന്നത്. കാരണം അതിൽ വലിയ അങ്ങനെ സ്റ്റാർ കാസ്റ്റ് എന്ന് പറയാൻ നെസ്ലിം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും നന്നായിട്ട് പോകുന്നുണ്ട്. ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു 2 മണിക്കൂർ എല്ലാം മറന്ന് തിയേറ്ററിലിരിക്കും. അത് എന്റർടൈൻ ചെയ്യണം. അത് കൊടുക്കാൻ പറ്റിയ സിനിമ വിജയിക്കും. തമിഴിലാണെങ്കിൽ ആ ഒരു ഇപ്പം സുബ്രഹ്മണ്യപുരത്തോടു കൂടി ആളുകളുടെ ഈ താരങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ താരനിരകളുണ്ടെങ്കിൽ സിനിമ വിജയിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റേ മാറ്റിയ സിനിമയാണ് സുബ്രഹ്മണ്യപുരം. അതിനുശേഷം മൈന എക്കാലത്തെയും മെഗാ ഹിറ്റാണ് മൈന. അതിനുശേഷം ഒരുപാട് പടങ്ങളുണ്ട്. പേരെടുത്ത് പറയാനാണെങ്കിൽ ഇപ്പോഴും
ഏറ്റവും അധികം കളക്ഷൻ നേടിയേക്കുന്നത് ഈ പുതിയ ആളുകളും പുതിയ ടെക്നീഷ്യന്മാരും വന്ന് ചെയ്തിട്ടുള്ള സിനിമകളാണ്. കാരണം വ്യത്യസ്തമായ പ്രമേയങ്ങൾ അവതരിപ്പിച്ചാണ് ഈ സിനിമകളെല്ലാം വിജയം കണ്ടെത്തിയത്. ഞങ്ങൾ പറയുന്നതും തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായ നമ്മളുടെ നാട്ടിൻ പുറത്ത് നടക്കുന്ന ഒരു കഥയാണെങ്കിൽ പോലും നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ജീവിതത്തിലോ നമ്മൾ കാണുന്നതായിട്ടുള്ള സംഭവങ്ങളെ വളരെ തന്മയത്വത്തോടു കൂടി എല്ലാ ജോണറിനെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ഉറപ്പായും തിയേറ്ററിൽ കാണുന്നവര് കൊള്ളില്ല എന്ന് പറയില്ല എന്നുള്ള, പിന്നെ പോരായ്മകളില്ലാത്ത ഒന്നുമില്ല. ഒരു 90% ആളുകൾ എല്ലാവർക്കും എല്ലാ ജോണറും ഇഷ്ടപ്പെടണമെന്നില്ല. ബട്ട് ഒരു 90% ആളുകളും നല്ലത് മാത്രം പറയും എന്ന് ഒരു ഉറപ്പായിട്ടുള്ളൊരു വിശ്വാസമുണ്ട് തീർച്ചയായും. അപ്പോൾ നമ്മുടെ ഡയറക്ടറുടെയും എഴുത്തുകാരൻ്റെയും ഒരു വലിയ വിശ്വാസത്തിൻ്റെ പുറത്ത് ഒരുപാട് പ്രേക്ഷകർ എന്തായാലും തീർച്ചയായും കാണട്ടെ. നമ്മളിപ്പം ഒരുപാട് ഗാനങ്ങളും ഒക്കെയുള്ളൊരു മൂവിയാണ്. അപ്പോൾ ഗാനങ്ങളാണെങ്കിലും എനിക്ക് തോന്നുന്നു ചിത്ര ചേച്ചിയാണ് പാടിയത്. അതൊക്കെ ഒരു പുതിയൊരു സംവിധായകൻ എന്ന നിലയിൽ ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യം തന്നെയായിരിക്കും. ചിത്ര ചേച്ചി പാടിയേക്കണം. പിന്നെ അതുപോലെ മുരുകൻ കട്ടാക്കട പാടിയിട്ടുണ്ട്. പിന്നെ റഫീഖ് അഹമ്മദ് വരികൾ എഴുതിയിട്ടുണ്ട്. സിയാഹുലക്ക് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പാടിയിട്ടുണ്ട്. പാട്ടുകളൊക്കെ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയണത്. പിന്നെ എന്താ പറയുക, നമ്മൾ ഏതായാലും ചെയ്തു നന്നായി എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. അതിപ്പോൾ മാർച്ച് 1-ാം തീയതി പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത്. അതെ, വിധി എഴുതൽ നമ്മൾ കോൺഫിഡൻ്റ് ആണ്. പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഇവിടെ ഒരു ഫുൾ കോൺഫിഡൻസ് ഇങ്ങോട്ട് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ കോൺഫിഡൻസ് പകർന്ന ഒരാളെ കുറിച്ച് നേരത്തെ പറഞ്ഞു, ഭാര്യ. അപ്പോൾ ഭാര്യ കൂടെ സിനിമയിലുണ്ട് എന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അതെന്താ അതേന്ന് മാത്രം പറഞ്ഞു വെക്കുന്നത്? ഭാര്യയ്ക്കും ഇതുപോലുള്ള ഒരുപാട് റോൾ ഉണ്ടെന്ന് തോന്നുന്നല്ലോ, അഭിനയവും അതുപോലെ എഴുത്തും ഒക്കെയുള്ളൊരു. അദ്ദേഹം സോങ് എഴുതി, അതിനുശേഷം അപ്പോൾ ഞാൻ തമിഴിൽ 2 പടങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ പടത്തിലും പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ പടത്തിലും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും അത് വിഷ്വൽസ് കാണുകയും ഇടയാകുകയും ചെയ്തപ്പോൾ ഇതിൽ നായകൻ്റെ സഹോദരിയായിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്. അപ്പോൾ അത് നമുക്ക് ദേവുവിനെ കൊണ്ട് ചെയ്യിച്ചാലോ. അപ്പോൾ പുള്ളിക്കാരിക്കും ഭയങ്കര ആഗ്രഹമാണ് അഭിനയിക്കണം എന്നുള്ളത്. അല്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത്, കാരണം ഞാൻ ബിനീഷായിട്ട് അടുത്തപ്പോൾ കുഴപ്പമില്ല, തിരക്കഥ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഞാൻ കണ്ടു പല. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഈ എഴുതാൻ ഞാനൊരു 3-4 പേരെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഗാനം എഴുതാനാണെങ്കിലും 2-3 പേരെ ഏൽപ്പിച്ചിരുന്നു. നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് എവിടെ നിന്ന് കിട്ടണോ അതാ ഞാൻ ചെയ്യണത്. അപ്പോൾ എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനപ്പോൾ ബിനീഷിൻ്റെ അടുത്ത് പറഞ്ഞു വൈഫ് എഴുതും. അങ്ങനെ ഞാൻ പറഞ്ഞു എഴുതട്ടെ. അപ്പോൾ ബിനീഷ് ആദ്യം പറഞ്ഞത് വേണമെന്ന് എന്നോട് ചോദിച്ചാണ്. അങ്ങനെയല്ല, അല്ല പുള്ളി ഞാൻ പറഞ്ഞില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ബെറ്റർ. പിന്നെ കാരണം അപ്പൊ ഞാനപ്പോ സൗമ്യ എഴുതി, അത് നമ്മൾ വായിച്ചപ്പോ നല്ല വരികളാണ്. പിന്നെ നമുക്ക് അതിൽ വേറെ പ്രശ്നമില്ല. പിന്നെ അഭിനയിക്കും എന്ന് പറഞ്ഞപ്പോഴും പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഔട്ട്പുട്ട് നന്നായാൽ മതി. ആര് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു എന്നല്ല, കാരണം നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. സൗമ്യനെ സംബന്ധിച്ചിടത്തോളം സൗമ്യ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ട് ആക്ടിങ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്. കാരണം 4 സോങ് ഉണ്ട്. ഈ 4 സോങ് എഴുതാൻ ഞാൻ തന്നെയാണ് ആളുകളെ പലരെയും കണക്ട് ചെയ്തത്. അപ്പോൾ പോലും ഞാൻ പറഞ്ഞില്ല എൻ്റെ വൈഫ് എഴുതും. അപ്പൊ പിന്നീടാണ് ഈ വരുന്നതൊക്കെ ഇഷ്ടപ്പെടാതെ വരുമ്പോഴാണ്, എനിക്ക് അതൊന്നും സാറ്റിസ്ഫൈഡ് ആകാതെ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് വൈഫ് ഇങ്ങനെ എൻ്റെ 2 പടത്തിലും പാട്ട് എഴുതി, നമുക്ക് വേണമെന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീട്ടിൽ സ്വർണം വെച്ചിട്ട് അപ്പൊ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ എഴുതട്ടെ, നന്നായെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെ എഴുതി വന്നപ്പോൾ നന്നായി വന്നിട്ടുണ്ട്. നമ്മളെ പാട്ടുകളാണെങ്കിലും അത് കേൾക്കുമ്പോൾ അറിയാം, വരികളൊന്നും നമ്മൾ സംഭവം എല്ലാം പുതിയ ആളുകളാണ്, എല്ലാം ആണെങ്കിലും നമ്മളൊന്നിനും കോംപ്രമൈസ് ചെയ്തിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം, കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ട് എഴുതിയതാണെങ്കിലും പാട്ടുകളിലെ വരികളാണെങ്കിലും എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തേക്കണം. നമ്മളിപ്പോൾ അവർ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ പിന്നെ സംസാരിച്ച് നമ്മുടെ ഇണക്കത്തിന് നമ്മുടെ സിനിമയിൽ അത് ആപ്റ്റാണവരെ നമ്മൾ ചെയ്യിച്ചിട്ടുണ്ട്. ഇപ്പൊ അഭിനയമാണെങ്കിലും ബിനീഷിനറിയാം 10-18 പ്രാവശ്യം റീടേക്ക് ചെയ്ത് തന്നെ ചെയ്തേക്കുന്നത്. കാരണം ഒരു തട്ടിക്കൂട്ട്, അത് പുതിയ ആളുകളാണ്. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് സിനിമ എന്നുള്ളൊരു ഫീൽ എവിടെയും വരില്ല. അപ്പൊ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞു, പ്രേക്ഷകർക്ക് അങ്ങനെ ഒരിക്കലും വരില്ല. കാരണം നമ്മുടെ കഴിവിന്റെ പരമാവധി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ബിനീഷിന്റെ ഹെൽപ്പ് ഭയങ്കരമായിട്ട് എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കം മുതൽ ഞാൻ പറഞ്ഞില്ലേ, തിരക്കഥ തന്നെ ഞാൻ ഒരു 3 പ്രാവശ്യം മാറ്റി എഴുതിയ തിരക്കഥ പിന്നെയും മാറ്റി എഴുതിയതാണ് ഇത്. അപ്പൊ അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും, കാരണം പുള്ളിക്ക് ഇപ്പൊ VFX ആണെങ്കിൽ ആ സോങ് കണ്ടറിയാം,
നമ്മൾ VFXന്റെ സാധ്യതകളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ നമ്മളെ സംബന്ധിച്ചോളം എവിടെയാണ് നല്ല ഔട്ട്പുട്ട് കിട്ടുന്ന ആ രീതി തന്നെ എല്ലാം ചെയ്തേക്കണം. അതെ അതെ. ഓക്കെ. അപ്പോൾ ഇതിനിടയ്ക്ക് പറഞ്ഞൊരു 18ഓളം ടേക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ഡയറക്ടർ, ഒരു അഭിനേതാവ് എന്ന നിലയിൽ എങ്ങനെയായിരിക്കും നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഒരേ സംഭവം പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ? അതിൽ കൂടുതൽ എടുക്കേണ്ട ഒന്നുണ്ട്. അപ്പൊ അല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാനിപ്പോ പിന്നെ റീടേക്ക് അല്ല ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു റീടേക്ക് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എനിക്ക് ബിനീഷിന് ഡയറക്ഷനിൽ നല്ല ഇതുള്ളതുകൊണ്ട് ബിനീഷ് അപ്പം എന്നോട് ടെൻഷൻ അടിക്കുക എന്നോട് പറഞ്ഞതാണ് ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ശരിയാക്കാന്നാ പറഞ്ഞത്. എഡിറ്റിങ്ങിലും കാര്യങ്ങളിലും നമുക്ക് ചെറിയൊരു പ്രശ്നങ്ങൾ വരെ നമ്മളുണ്ടെങ്കിൽ അതുവരെയും പരിഹരിച്ചാ പോന്നേക്കണത്. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ കാരണം വെച്ചാൽ ഞങ്ങൾ അധികം ക്രൂ മെമ്പേഴ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. 3-4 ക്രൂ മെമ്പേഴ്സാണ് ഇതെല്ലാം ചെയ്തേക്കണത്. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഇപ്പൊ പറഞ്ഞ എഡിറ്റിങ്ങിലും മറ്റുള്ള VFXലൊക്കെ നമ്മളത് പരിഹരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ പരിഹരിച്ചാണ് പോന്നേക്കണത്. ഞാൻ പറഞ്ഞ 18 അല്ല കേട്ടോ, അതിൽ കൂടുതൽ ടേക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട് കിട്ടണമല്ലോ. കാരണം ഒന്നാമത് എല്ലാവരും ന്യൂ ഫേസ്, ഞാനടക്കം എല്ലാവരും. അപ്പോൾ ആളുകളെ നോക്കുമ്പോഴത്തേക്കും ഒരു തട്ടിക്കൂട്ട്. കാരണം നമ്മൾ ഏതായാലും ചെയ്യണേന്ന് ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ കഴിവിൻ്റെ കാരണം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ചെയ്യും, സ്വാഭാവികമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ബിനീഷ് അടുത്തുള്ളത് ബിനീഷ തന്നെ എനിക്ക് കോൺഫിഡൻസ്, എനിക്കൊരു പ്രശ്നമില്ല, നമുക്ക് ശരിയാക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഇക്കയോട് ഞാൻ ഇക്കയായിട്ട് ഈ പ്രോജക്റ്റ് കമ്മിറ്റ് ആകുമ്പം ആദ്യം പറഞ്ഞ കാര്യം തന്നെ നമ്മൾ പുതിയ ആളുകൾ ചെയ്യുന്നതുകൊണ്ടും പുതിയ ആളുകൾ അഭിനയിക്കുന്നതുകൊണ്ടും അതിനൊരു അൺപ്രൊഫഷണലിസം വരാൻ പാടില്ല. പ്രേക്ഷകർ അതിനെ ഒരു അമച്വർ ആയിട്ട് നോക്കി കാണാൻ പാടില്ല. അതുകൊണ്ട് മാക്സിമം ഏരിയയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇക്ക ഡിസിഷൻ എടുത്ത് പോകാവൂ എന്നുള്ള ഒരു ഇത്. പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഇക്ക റീടേക്സ് വീണ്ടും വീണ്ടും പറയുമ്പോഴും നമ്മൾ ഈ പറഞ്ഞിട്ട് എഡിറ്റിങ്ങും അറിയാവുന്നത് കൊണ്ട് നമുക്ക് എവിടെ കട്ട് ചെയ്യണം എന്നുള്ള, കാരണം നമുക്ക് ലോ ബഡ്ജറ്റാണ്, അധികം ഡേയ്സ് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് എടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരി. തീർച്ചയായും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ മാർച്ച് 1 പ്രേക്ഷകരിലേക്ക് എല്ലാം എത്തുകയാണ്. ഒരു വലിയ വിജയം തന്നെ ഉണ്ടാവട്ടെ. ഒപ്പം ഇനി അങ്ങോട്ട് ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫിലിമിലേക്ക് എത്തിയ ഡയറക്ടറാണ്. ഇനിയും ഒരുപാട് സിനിമയിൽ തിളങ്ങാൻ സാധിക്കട്ടെ. ഒപ്പം ദാ ഇവിടെ ഒരുപാട് പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ അതിലും ഒക്കെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ തന്നെ തിളങ്ങാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.